Hi everyone, it's me Momsy. Welcome to Beyond Book Series Day 16. നമ്മുടെ ദൈനംദിന ജീവിത തിരക്കുകൾക്കിടയിലും പഠനത്തിൻ്റെയും വീട്ടുജോലിയുടെയും ഇടയിലും നമ്മുടെ മനസ്സ് ഒരുപാട് ചിന്തകൾ കൊണ്ട് നിറയാറുണ്ട് അല്ലേ? അതിനൊരു പരിഹാരമാണ് ഇന്നത്തെ റൈറ്റിംഗ് തെറാപ്പി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സൊരു കമ്പ്യൂട്ടർ പോലെയാണ്. ഒരുപാട് ടാബുകൾ ഒന്നിച്ചു തുറന്നു വെച്ചാൽ അത് ഹാങ് ആകും. അതുപോലെയാണ് പഠനവും കുടുംബകാര്യങ്ങളും നമ്മുടെ ജോലി തിരക്കും സ്വപ്നങ്ങളും എല്ലാം കൂടി മനസ്സിൽ നിറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തരം മടുപ്പ്. ഈ മനസ്സിന്റെ ഭാരം കുറക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ജേർണലിംഗ് അഥവാ ഡയറി എഴുതുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ചിന്തകളെ എഴുത്തിലൂടെ ക്രമീകരിക്കാം എന്നതാണ്. നമ്മുടെ മനസ്സിലുള്ളത് ഒരു പേപ്പറിലേക്ക് പകർത്തുന്നത് വഴി നമ്മുടെ ചിന്തകൾക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. ഇത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നമ്മുടെ ദിവസത്തെ കൃത്യമായി പ്ലാൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. വെറുതെ എഴുതുകയല്ല, മറിച്ച് നമ്മുടെ വികാരങ്ങളെയും ലക്ഷ്യങ്ങളെയും പേപ്പറിലേക്ക് പകർത്തുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ജേർണലിംഗ് തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതൊരിക്കലും ഒരു ടാസ്ക് ആയി കാണരുത്. അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഇത് തുടരാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ എഴുതുന്നത് ഏറ്റവും മനോഹരമായിരിക്കണം. പെർഫെക്ഷനിസം എന്നുള്ള കാര്യം നിങ്ങൾ ഒഴിവാക്കുക. ഗ്രാമറോ അക്ഷരത്തെറ്റോ നോക്കാതെ നിങ്ങളുടെ മനസ്സ് തുറന്ന് എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. ദിവസവും എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ കുറ്റബോധം തോന്നി ഇത് നിർത്തുകയും ചെയ്യരുത്. ആൻഡ് അതുപോലെ തന്നെ ജേർണലിംഗ് എഴുതാൻ നിങ്ങൾ ഒരു സ്ട്രക്ചറും ഫോളോ ചെയ്യേണ്ടതുമില്ല. നിങ്ങളുടെ മൈൻഡിൽ എന്ത് വരുന്നു അത് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ഫീലിങ്സ് എന്തൊക്കെയാണ് അത് നിങ്ങൾ എഴുതുക. ഓക്കെ. പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മൾ കൺഫ്യൂസ് ആകുന്നത് നമുക്ക് ശരിക്കും ആൻസേഴ്സ് ഇല്ലാത്തത് കൊണ്ടൊന്നുമില്ല, നമ്മുടെ തോട്ട്സ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. ഈ ജേർണലിംഗ് നമ്മളൊരു ഹാബിറ്റാക്കി മാറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ തോട്ട്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കാവുന്നതാണ്. ശരിക്കും ജേർണലിംഗ് ഒരു തെറാപ്പി പോലെയാണ്. അതുകൊണ്ട് ഇതൊരു ഹാബിറ്റാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ നിങ്ങൾ റിയലൈസ് ചെയ്ത് തുടങ്ങും നിങ്ങൾക്ക് എന്താണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് ശരിക്കും വേണ്ടത്, നിങ്ങളുടെ നീഡ് എന്താണ്, നിങ്ങൾക്ക് എവിടെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ. ജേർണലിംഗ് നിങ്ങൾക്കൊരു ആൻസേഴ്സ് തരുന്നില്ല, പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള നിങ്ങൾ എന്താണോ തേടുന്നത് അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ ഈ ജേർണലിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ പുതിയ ചിന്തകൾക്ക്, നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ജേർണലിംഗ് ഒരു ഹാബിറ്റാക്കി മാറ്റുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വരും വീഡിയോസിനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.